everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 69th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about overhead variance, and in this lecture, we are going to discuss a problem on overhead variance. From the following data, calculate overhead variances. തന്നിരിക്കുന്ന ഡേറ്റ യൂസ് ചെയ്ത് ഓവർഹെഡ് വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ബഡ്ജറ്റഡും ആക്ച്വലും തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് 15,000 യൂണിറ്റ്സ് ആണ് ബഡ്ജറ്റഡ്, 16,000 യൂണിറ്റ്സ് ആണ് ആക്ച്വൽ. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ബഡ്ജറ്റഡ് 25 ആണ്, ആക്ച്വൽ 27 ആണ്. ഫിക്സ്ഡ് ഓവർഹെഡ്സ് ബഡ്ജറ്റഡ് ₹30,000 ആണ്, ആക്ച്വൽ ₹30,500 ആണ്. വേരിയബിൾ ഓവർഹെഡ്സ് ബഡ്ജറ്റഡ് ₹45,000 ആണ്, ആക്ച്വൽ ₹47,000 ആണ്. ദർ വാസ് എൻ ഇൻക്രീസ് ഓഫ് 5% ഇൻ കപ്പാസിറ്റി. കപ്പാസിറ്റിയിൽ ഒരു 5% ഇൻക്രീസ് ഉണ്ടെന്നും പറയും. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യം കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് എന്നാണ്. ആ ഫോർമുല തന്നെയാണ് ഇവിടെയും. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഓവർഹെഡ്സ് കോസ്റ്റ്. ഇതിൽ ആക്ച്വൽ യൂണിറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16,000 യൂണിറ്റ്സ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ് ആക്ച്വൽ ഓവർഹെഡ്സ് കോസ്റ്റ് ഇത് രണ്ടും തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ്ഡ് ഓവർഹെഡ്സിൻ്റെ കേസിലും വേരിയബിൾ ഓവർഹെഡ്സിൻ്റെ കേസിലും കണ്ടെത്തണം. ദെൻ ഈ രണ്ട് റേറ്റ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ്ഡ് ഓവർഹെഡ്സിൻ്റെ കേസിൽ ബഡ്ജറ്റഡ് നോക്കിയാൽ ₹30,000 ആണ് ആൻഡ് ഔട്ട്പുട്ട് 15,000 യൂണിറ്റ്സ് ആണ്. സോ ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ കേസിലെ സ്റ്റാൻഡേർഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനായി ₹30,000നെ 15,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. ₹30,000 ആണ് ഫിക്സ്ഡ് ഓവർഹെഡ്സ്, 15,000 യൂണിറ്റ്സ് ആണ് ഔട്ട്പുട്ട്. ആൻഡ് ദ എമൗണ്ട് ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻ കേസ് ഓഫ് ഫിക്സ്ഡ് ഓവർഹെഡ്സ് കംസ് ടു ₹2. ഇനി വേരിയബിൾ ഓവർഹെഡ്സിൻ്റെ കേസിലാണെങ്കിൽ ബഡ്ജറ്റഡിൽ വേരിയബിൾ ഓവർഹെഡ്സ് ₹45,000 ആണ് ആൻഡ് ഔട്ട്പുട്ട് 15,000 യൂണിറ്റ്സ് ആണ്. സോ വേരിയബിൾ ഓവർഹെഡ്സ് ആയ ₹45,000നെ 15,000 യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻ കേസ് ഓഫ് വേരിയബിൾ ഓവർഹെഡ്സ്, ദാറ്റ് ഈസ് ₹3. ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ കേസിൽ ₹2ഉം വേരിയബിൾ ഓവർഹെഡിൻ്റെ കേസിൽ ₹3ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടുന്നത്. ഇനി ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ കൂടി നോക്കാം. ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റിൽ ഫിക്സ്ഡ് ഓവർഹെഡ്സും വേരിയബിൾ ഓവർഹെഡ്സും ഇൻക്ലൂഡഡ് ആണ്. സോ ഫിക്സ്ഡ് ഓവർഹെഡ്സും വേരിയബിൾ ഓവർഹെഡ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്. ഫിക്സ്ഡ് ഓവർഹെഡ്സ് ക്വസ്റ്റ്യനിലുണ്ട്. ആക്ച്വൽ ₹30,500 ആണ്, വേരിയബിൾ ഓവർഹെഡ്സ് ആക്ച്വൽ ₹47,000 ആണ്. സോ ₹30,500ഉം ₹47,000ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് ₹77,500. ഇപ്പോൾ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുലയിലേക്ക് വന്നാൽ ആക്ച്വൽ യൂണിറ്റ്സ് 16,000 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് ₹2 പ്ലസ് ₹3, ദാറ്റ് ഈസ് ₹5 മൈനസ് ആക്ച്വൽ ഓവർഹെഡ്സ് കോസ്റ്റ് ₹30,500 പ്ലസ് ₹47,000, ദാറ്റ് ഈസ് ₹77,500. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ₹80,000 മൈനസ് ₹77,500 എന്ന് കിട്ടും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കംസ് ടു ₹2,500. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹2,500 ഫേവറബിൾ. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് വേരിയബിൾ ഓവർഹെഡ്സ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ്. ഇവിടെ ആക്ച്വൽ യൂണിറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16,000 ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് വേരിയബിൾ ഓവർഹെഡ്സിൻ്റെ കേസിലത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ₹3 ആണ്. ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ₹47,000 ആണ്. So, variable overhead expenditure variance is equal to 16,000 into ₹3 minus ₹47,000 and the amount of variable overhead expenditure variance comes to ₹1,000. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹1,000 ഫേവറബിൾ. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ്ഡ് ഓവർഹെഡ്സ് മൈനസ് ആക്ച്വൽ ഫിക്സ്ഡ് ഓവർഹെഡ്.
ആക്ച്വൽ യൂണിറ്റ്സ് ക്വസ്റ്റ്യനിലുണ്ട് 16,000 ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സിൻ്റെ കേസിലത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് ₹2 ആണ്. ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് ക്വസ്റ്റ്യനിലുണ്ട് ₹30,500 ആണ്. സോ ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 16,000 into ₹2 minus ₹30,500 ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസ് കംസ് ടു ₹1,500. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹1,500 ഫേവറബിൾ. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യുന്നത് വോളിയം വേരിയൻസ് ആണ്. വോളിയം വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സ്. ആക്ച്വൽ യൂണിറ്റ്സ് ക്വസ്റ്റ്യനിലുണ്ട് 16,000 ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് ₹2 ആണ്. അതായത് ഫിക്സ്ഡ് ഓവർ ഹെഡ്സിൻ്റെ കേസിലെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബിക്കോസ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസിൻ്റെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹30,000 ആണ്. So, volume variance is equal to 16,000 into ₹2 minus ₹30,000. And the amount of volume variance comes to ₹2,000. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹2,000 ഫേവറബിൾ. ഓക്കെ. അടുത്തതായി കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. എക്സ്പെൻഡിച്ചർ വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് മൈനസ് ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ്. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹30,000 ആണ്. ആക്ച്വൽ ഫിക്സ്ഡ് ഓവർ ഹെഡ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹30,500 ആണ്. സോ എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഇസ് ഈക്വൽ ടു ₹30,000 മൈനസ് ₹30,500. ആൻഡ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് കംസ് ടു ₹500. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ ₹500 അൺഫേവറബിൾ. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റി വേരിയൻസ് ആണ്. കപ്പാസിറ്റി വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്. ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഓവർ ഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ബിക്കോസ് കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലൊന്നായ വോളിയം വേരിയൻസിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ്. സോ ഫിക്സ്ഡ് ഓവർ ഹെഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത്. നമുക്ക് ബഡ്ജറ്റഡ് യൂണിറ്റ്സിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഫോർ 25 ഡേയ്സ്, അതായത് 25 ഡേയ്സിലേക്ക് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15,000 യൂണിറ്റ്സ്. ആൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 27 ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഫോർ 27 ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യണം. ബിക്കോസ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ 25 നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആണ് ബഡ്ജറ്റഡ്. ആൻഡ് ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 15,000 യൂണിറ്റ്സ് ആണ്. ആൻഡ് ആക്ച്വലി നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 27 ആണ്. സോ ഇവിടെ 25 നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സിൽ തന്നിരിക്കുന്ന ബഡ്ജറ്റഡ് ഔട്ട്പുട്ടിനെ നമ്മൾ 27 ഡേയ്സിലേക്ക് ആക്കാൻ പോവുകയാണ്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഫോർ 27 ഡേയ്സ് ഈസ് ഈക്വൽ ടു 15,000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 27. അതായത് 15,000 യൂണിറ്റ്സ് ആണ് 25 ഡേയ്സിനെങ്കിൽ 27 ഡേയ്സിന് എത്ര? And the budgeted units for 27 days comes to 16,200 units. Clear? ഇനി നമുക്ക് റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് കപ്പാസിറ്റിയിൽ 5% ഇൻക്രീസ് ഉണ്ട്. സോ റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ആഫ്റ്റർ 5% ഇൻക്രീസ് ഇൻ കപ്പാസിറ്റിയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കിക്കേ, ബഡ്ജറ്റഡ് യൂണിറ്റ്സ് നമ്മളിപ്പോൾ 27 ഡേയ്സിൽ ഇത് കണ്ടെത്തിയിരുന്നു. 16,200 ആണ്. ആൻഡ് ഈ 16,200ൻ്റെ 5% ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. സോ 5% ഇൻക്രീസ് ഇൻ കപ്പാസിറ്റിക്ക് ശേഷമുള്ള റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് കിട്ടുന്നതിനായി ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ആയ 16,200നോടൊപ്പം 16,200ൻ്റെ 5% കൂടി ആഡ് ചെയ്യണം. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 16,200 പ്ലസ് 5/100 ഇൻറ്റു 16,200 ആൻഡ് ദ റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് കംസ് ടു 17,010. സോ ഇനി കപ്പാസിറ്റി വേരിയൻസിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാം നമ്മൾ കണ്ടെത്തി. സ്റ്റാൻഡേർഡ് റേറ്റ് ₹2 ആണ്. റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ് 17,010 ആണ്. ബഡ്ജറ്റഡ് യൂണിറ്റ് 16,200 ആണ്. സോ കപ്പാസിറ്റി വേരിയൻസ് ഇസ് ഈക്വൽ ടു ₹2 ഇൻറ്റു 17,010 മൈനസ് 16,200 ആൻഡ് ദ എമൗണ്ട് ഓഫ് കപ്പാസിറ്റി വേരിയൻസ് കംസ് ടു ₹1,620. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹1,620 ഫേവറബിൾ. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കലണ്ടർ വേരിയൻസ് ആണ്. കലണ്ടർ വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേയ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ബഡ്ജറ്റഡ് 25 ആണ്, ആക്ച്വൽ 27 ആണ്. വിത്തിൻ 25 ഡേയ്സ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 15,000 യൂണിറ്റ്സ് ആണ്.
ആൻഡ് 25 ഡേയ്സിൽ നിന്ന് 27 ഡേയ്സ് ആകുമ്പോഴേക്കും വിത്തിൻ 2 ഡേയ്സ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്രയാണ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ന് നോക്കാം. 15,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 25, അതായത് 15,000 യൂണിറ്റ്സ് ആണ് 25 ഡേയ്സിനെങ്കിൽ 2 ഡേയ്സിന് എത്ര? ആൻഡ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 1,200 യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ കലണ്ടർ വേരിയൻസിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തി. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 1,200 യൂണിറ്റ്സ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ₹2 ആണ്. ബിക്കോസ് ഈ കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷനായ വോളിയം വേരിയൻസിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ്. So, calendar variance is equal to 1,200 units into ₹2 and the amount of calendar variance comes to ₹2,400. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ ₹2,400 ഫേവറബിൾ. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എഫിഷ്യൻസി വേരിയൻസ് ആണ്. എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഫോർമുല നോക്കാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. ഇതിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 15,000 യൂണിറ്റ്സ് ആണ്. ആൻഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി. നമ്മൾ കപ്പാസിറ്റി വേരിയൻസ് കണ്ടെത്തിയപ്പോൾ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ഫോർ 27 ഡേയ്സ് 16,200 യൂണിറ്റ്സ് ആയിരുന്നു. ആൻഡ് 5% ഇൻക്രീസ് കപ്പാസിറ്റിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ 16,200 യൂണിറ്റ്സ് എന്നുള്ളത് 17,010 റീവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ആകുന്നു. അതായത് 810 യൂണിറ്റ്സ് ഇൻക്രീസ് ഉണ്ടാകുന്നു. സോ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 810 യൂണിറ്റ്സ് ആണ്. ആൻഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു 2 more വർക്കിംഗ് ഡേയ്സ്. 2 more വർക്കിംഗ് ഡേയ്സ് കൂടി വരുന്നത് കൊണ്ട് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് നമ്മൾ കലണ്ടർ വേരിയൻസ് കണ്ടെത്തിയപ്പോൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. 1,200 യൂണിറ്റ്സ് ആണ്. സോ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് പ്രൊഡക്ഷനായ 15,000 യൂണിറ്റ്സും പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി ആയ 810 യൂണിറ്റ്സും പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു 2 more വർക്കിംഗ് ഡേയ്സ് ആയ 1,200 യൂണിറ്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 17,010 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എഫിഷ്യൻസി വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് റേറ്റ് ₹2 ആണ്. എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷനായ വോളിയം വേരിയൻസിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ്. ആൻഡ് ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16,000 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 17,010 യൂണിറ്റ്സ് ആണ്. സോ എഫിഷ്യൻസി വേരിയൻസ് ഇസ് ഈക്വൽ ടു ₹2 ഇൻറ്റു 16,000 യൂണിറ്റ്സ് മൈനസ് 17,010 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ₹2 ഇൻറ്റു മൈനസ് 1,010 units and the amount of efficiency variance comes to ₹2,020. ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. സോ ₹2,020 unfavorable. Hope you all understand this problem. Thank you.